അപ്പൊ സാധാരണയായിട്ട് ഈ ഓറയുടെ പ്രഭാവലയം ശക്തമായ ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓറ ശക്തമായ ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തികൾ നന്നായിട്ട് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും. അതായത് ഒരു സദസ്സിലേക്ക് ഓറ ശക്തമായിട്ടുള്ള ഒരു വ്യക്തി കയറി ചെല്ലുകയാണെങ്കിൽ ആ വ്യക്തിയെ എല്ലാവരും അംഗീകരിക്കുന്നത് കാണാം. ആ വ്യക്തി പോകുന്ന വഴികളിലെല്ലാം ആളുകളെല്ലാം ആ വ്യക്തിയെ നോക്കി ആ വ്യക്തിയെ നമസ്കാരം. എന്താണ് ഈ ഓറ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ഓറ ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് കേട്ടിട്ടുണ്ട്, മനുഷ്യനിൽ അതിശക്തമായിട്ടുള്ളൊരു ഊർജം കുടികൊള്ളുന്നുണ്ടെന്നും അതിനെ നമ്മൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവെന്ന് വിളിക്കുമെന്നും ആ ഊർജം എപ്പോഴാണോ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അയാൾ മരണപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെയൊക്കെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓറ എന്താണെന്ന് നോക്കാം. മെസ്മറിസത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന സമയത്ത് മെസ്മർ എന്ന് പറയുന്ന മെസ്മറിസത്തിന്റെ ഉപജ്ഞാതാവ് ഇതേ ശക്തിയെ തന്നെയാണ് ആനിമൽ മാഗ്നറ്റിസം എന്ന പേരിൽ വിളിച്ചത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹവും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വായിച്ചു പഠിച്ചിട്ടുണ്ടാവാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം, ആ ശരീരത്തിന് ചൈതന്യം നൽകുന്ന ആത്മാവെന്ന ഊർജം, അതിനെന്ത് വേണമെങ്കിലും വിളിക്കാം. ഇനി ആത്മാവെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കതിനെ നമ്മുടെ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ജീവശക്തി എന്ന് വിളിക്കാം. ഈ ഊർജം നമ്മൾ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ശക്തമായിട്ട് കുടികൊള്ളുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ചക്രങ്ങളെ കുറിച്ച് പറയും. ഈ ചക്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. ചക്രങ്ങൾ നമുക്ക് സ്ഥൂല ശരീരത്തിനപ്പുറത്തേക്ക്, സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന നമ്മുടെ ഈ കാണുന്ന ശരീരഭാഗം, ഈ ശരീരത്തിനപ്പുറത്തേക്ക് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞൊരു ശരീരമുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു ശരീരം. അപ്പൊ ഈ ശരീരത്തിന്റെ അകത്ത് നമ്മൾ പറയുന്നത് മൂലാധാര ചക്രം, നട്ടെല്ലിന് ഏറ്റവും അടിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് മൂലാധാര ചക്രം. ഈ മൂലാധാര ചക്രത്തിൽ ഒരു സർപ്പത്തിനെ പോലെ ചുരുണ്ടിട്ട് ഒരു എനർജി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു സർപ്പം എങ്ങനെയാണോ അതിൻ്റെ സകല വീര്യവും ഒതുക്കി വെച്ചുകൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുന്ന, അതുപോലെ നമ്മുടെ മൂലാധാരം എന്ന് പറയുന്ന ഈ നട്ടലിന്റെ അടിഭാഗത്ത്, അതൊരിക്കലും നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ല, നമ്മുടെ ഊർജ്ജ ശരീരത്തിലാണ്. എന്താണ് ഊർജ്ജ ശരീരം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് മൂലാധാര ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു എനർജി ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആത്മീയ സയൻസിന്റെ അകത്ത് പറയുന്ന കാര്യമാണ്. ആ മൂലാധാര ചക്രം അതിൽ നിന്നും ആ എനർജിയെ ഉണർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട്, ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ അല്ലെങ്കിൽ സർപ്പത്തിനെ നമ്മൾ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ എനർജിയെ തൊട്ടു മുകളിലത്തെ ചക്രങ്ങളായ സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, അനാഹത ചക്രം, വിശുദ്ധ ചക്രം, ആജ്ഞാചക്രം, സഹസ്രാര ചക്രം, ഈ സഹസ്രാര ചക്രയിലേക്ക് ഈ ഊർജത്തിനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അതിനെ കുണ്ടലിനി ശക്തി ഉണർന്നു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇവിടെ കിടക്കട്ടെ. അപ്പൊ നമുക്ക് സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരമെന്നും പറയുന്ന രണ്ട് ശരീരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഊർജ്ജ ശരീരം എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ സ്ഥൂല ശരീരം, നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതുമായ ശരീരം, അത് സ്ഥൂല ശരീരം എന്ന് പറയും. അപ്പൊ ഈ സൂക്ഷ്മ ശരീരത്തിനകത്ത് അതിനെയാണ് നമ്മൾ എനർജി ബോഡി എന്ന് വിളിക്കുന്നത്. ഈ എനർജി ബോഡി ഏകദേശം നമ്മുടെ ശരീരത്തിൽ നിന്നും 2 മീറ്റർ വരെയൊക്കെ ഇതിന്റെ പ്രഭാവം, ആ എനർജിയുടെ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥ 2 മീറ്റർ വരെയൊക്കെ ഉണ്ടെന്ന് സാധാരണയായിട്ട് പറയും. ഒരു 5 ഇഞ്ച് വരെ അതിന്റെ അതിശക്തമായ പ്രഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ മഹാശക്തി, നമ്മുടെ ഉള്ളിലുള്ള ഊർജം, ആ ഊർജം പൂർണ്ണമായും ആത്മീയ സയൻസ് പ്രകാരം ദൈവികമാണ്. ആ എനർജി നമ്മുടെ ശരീരത്തിന്റെ അതേ ഷേപ്പോട് കൂടിയിട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞതാ ഇങ്ങനെ വന്ന് പൂർണ്ണമായിട്ട് ഇതേപോലെ
നമ്മുടെ ശരീരത്തിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന ആ എനർജിയുടെ സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. ഇത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. കാരണം മനുഷ്യന്റെ നേത്രങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിബ്ജിയോർ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 7 കളറുകൾ. ആ കളറിന് അപ്പുറത്തും തിരിച്ചിപ്പുറത്തുമുള്ള കളറുകളെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ വളരെ പരിമിതമായ നമ്മുടെ കാഴ്ചശക്തി കൊണ്ട് നമുക്ക് ഈ ഓറയെ നേരിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിന് ചുറ്റും നമ്മുടെ ശരീരത്തിന്റെ അതേ ഷേപ്പോട് കൂടിയിട്ട് ഉള്ളിൽ കിടക്കുന്ന ആത്മാവിന്റെ ആ പ്രഭാവം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മഹാശക്തിയുടെ, നമ്മുടെ ജീവ ചൈതന്യത്തിന്റെ പ്രഭാവം ഒരു പ്രഭാ വലയമായിട്ട്, ഒരു ഊർജമായിട്ട് നമുക്ക് ചുറ്റും വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന ഈ ശരീരത്തിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഓറ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഊർജം പ്രസരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറയും ഒരു രത്നം, ആ രത്നം ഒരു മണലിന്റെ അകത്ത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. മണലിന്റെ അകത്ത് പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ആ രത്നത്തിന് അതിന്റെ പ്രഭാവലയത്തെ ഒരിക്കലും പുറത്തേക്ക് വിടാൻ സാധിക്കില്ല. എന്നാൽ ആ മണലിൽ പൂഴ്ന്നു കിടക്കുമ്പോഴും അതിന്റെ പ്രഭ അവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആത്മാവ് ദൈവീകമാണ്, അല്ലെങ്കിൽ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന എനർജി. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, മോഡേൺ സയൻസിൽ പറഞ്ഞാൽ ലിബിഡോ എന്ന് വിളിക്കും ആ എനർജിയെ. ആ എനർജി അതിന് നല്ല പ്രഭയുണ്ട്. പക്ഷേ മൂടിക്കിടക്കുന്നത് കാരണം പലപ്പോഴും ഈ എനർജി പുറത്തേക്ക് സ്പ്രെഡ് ആവില്ല. അപ്പൊ നമ്മൾ സാധാരണ പറയും ഓറ ശക്തമായിട്ടുള്ള ആളുകളുണ്ട്, ഓറ ശക്തമല്ലാത്ത ആളുകളുമുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഊർജത്തിന്റെ, ദൈവിക ശക്തിയുടെ ഊർജത്തിന്റെ പ്രഭാവലയം നമുക്ക് ചുറ്റും എത്ര ദൂരം വ്യാപിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു വിള്ളലുകളില്ലാതെ, നമ്മളിപ്പം നമ്മുടെ ഈ ശരീരത്തിന്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ചുറ്റും ആ ഓറയെ വരച്ചു കഴിഞ്ഞാൽ അതിൽ വിള്ളലുകളില്ലാതെ, അല്ലെങ്കിൽ അതിൽ ബ്രേക്ക് ഇല്ലാതെ അതിശക്തമായ എനർജി ആർക്കാണോ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഓറയുടെ പ്രഭാവലയം ശക്തമാണോ അല്ലെങ്കിൽ ശക്തമല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ സാധാരണയായിട്ട് ഈ ഓറയുടെ പ്രഭാവലയം ശക്തമായ ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.